ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മനു സൈമൺ ഫിലിപ്പ്. നമ്മളിങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് നമുക്ക് നല്ല പഴങ്ങിഞ്ഞി തൈരൊക്കെ ഇട്ട് വാളക്കറിയൊക്കെ ഇട്ട് കപ്പയൊക്കെ ഇട്ട് ഇച്ചിരി എരി മുളകും കാന്താരി മുളകും ഒക്കെ ഒട്ടച്ച് വെച്ച് കഴിഞ്ഞാൽ വായുള്ളവരുണ്ടല്ലേ. എങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റ്? ആ എരി പുളി മധുരം എല്ലാം കൂടെ ചേരുമ്പോഴാണ് പഴങ്കഞ്ഞിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. അതുപോലെയാണ് യാത്രയുടെ കാര്യം. ഇന്നത്തെ യാത്ര അതുപോലൊരു യാത്രയാണ്. കാടുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്, കാട്ടരുവികളുണ്ട്, റോഡില്ല, ഓഫ് റോഡ് ബൈക്കുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചെയ്യാം. അതേസമയം വലിയ റിസ്ക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കാഴ്ചകൾ കാടിനകത്തൂടെ പോയി ഒരു വ്യൂ പോയിന്റ് കാണാനുള്ള യാത്രയാണ്. സ്ഥലം കൊല്ലത്തുള്ള ചെന്തുരുണി വൈൽഡ് ലൈഫ് റിസർവിലെ റോസ്മല എന്ന വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ യാത്ര. അത് യാത്ര മുഴുവൻ കാടിനകത്തൂടെയാണ്. അപ്പം നമുക്ക് ഇതിന്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി വരാം. റോസ്മലയിലേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആര്യങ്കാവ് ജംഗ്ഷനിൽ വരിക. ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും പുന്നൂറിൽ നിന്ന് വരികയാണെങ്കിൽ വലത്തോട്ട് ഒരു പോക്കറ്റ് റോഡ് പോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെയുണ്ട്, ഒരു പോക്കറ്റ് റോഡ് പോലെയുണ്ട്. ആ റോഡ് വഴി അകത്തോട്ട് വരിക. അപ്പോൾ നമ്മൾ റോസ്മല പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ വഴി രണ്ടായിട്ട് പിരിയും. ഈ വഴി ഈ ചാരടാത്ത വഴി രാജാത്തോട്ടം വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ റോസ്മലയാണ്. ഇതാണ് കോൺക്രീറ്റ് ചെയ്ത വഴി തന്നെ നേരെ പോയാൽ മതി. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതുപോലെ വാട്ടർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ വരുന്ന വഴിക്കെല്ലാം ഉണ്ട്. മഴക്കാലത്തൊക്കെ വന്നാൽ 5-8 ഉണ്ട്. നല്ല രസമല്ലേ? ഇവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതെന്നാണ് നമ്മളവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അത് വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട്. കാട്ടരുവിയും കാടും എല്ലാം കൂടെ നല്ല രസമുള്ളൊരു യാത്രയാണിത്. ഇവിടെയുള്ള വെള്ളമാണ്, വെള്ളത്തിൽ ഇച്ചിരി നിന്നിട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു മരം കണ്ടു കേട്ടോ. എൻ്റെ പുറകെ കണ്ടോ ഒരു മരം കണ്ടോ? 2-3 ആൾ പിടിച്ചാൽ പറ്റില്ല, അത്രയ്ക്ക് വലിപ്പമുള്ള ഭയങ്കര മരമാണ്, വലിയ മരമാണ്. ഇതുപോലത്തെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഈ കാടിൻ്റെ ഒരു ശരിക്കും കാട് തന്നെയാണ്. ഇത് കാടിൻ്റെ വന്യതയ്ക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണിത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതേപോലെ വളരെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് മുഴുവൻ. ഭയങ്കര ഒരു മരം കണ്ടപ്പോൾ നിങ്ങളത് കാണിച്ചു വെച്ച് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മുടെ പേരൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാം. ഇനി നമുക്ക് ഇതുപോലെ ടാർ റോഡല്ല, ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ റോസ്മല ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കകത്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് അങ്ങനെ ഒരു പേര് വരാൻ വളരെ രസകരമായ ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു സത്യമുണ്ട്. അതായത് ഒരു മരമാണ് അതിന് കാരണം. എൻ്റെ പിന്നിൽ കാണുന്ന ചെങ്കുറിഞ്ഞി എന്ന മരമാണ് അതിൻ്റെ കാരണം. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ്, ഒരു വൃക്ഷമാണ് ചെന്തുരുണി എന്ന് പറയുന്നത്. ചെങ്കുറിഞ്ഞി എന്നൊക്കെ പറയും. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗ്ലൂട്ടോ ട്രാവൻകോറിക്ക എന്നാണ്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ പ്രത്യേകത ഹ്യൂമൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മരമാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പണ്ട് കാലത്ത് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ മരത്തിന്റെ തടിയാണ്. ഇതുപോലെ ചുവന്ന കാതലാണ് ഈ മരത്തിൻ്റെ ഉള്ളത്. ഇതുകൊണ്ടുണ്ടാക്കിയ കട്ടിലുകളിലൊക്കെ കിടക്കുന്നത് വളരെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യപ്പെടുമെന്നും വളരെ നല്ല രീതിയിൽ ഉറക്കം കിട്ടുമെന്നും പ്രസിദ്ധമായ ഏത് മനസ്സിനെ ശാന്തമാക്കുമെന്നൊക്കെയാണ് ആയുർവേദത്തിൽ ഇതേക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരം വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ആകെ 5000-ൽ താഴെ മരങ്ങൾ മാത്രമേ ഈ സാഞ്ചുറിയിൽ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു വൃക്ഷത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെടുന്ന ഏക വൈൽഡ് ലൈഫ് സാഞ്ചുറി ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്.
അപ്പോൾ നമ്മുടെ യാത്ര റോസ്മല ടിക്കറ്റ് കൗണ്ടർ വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഫോറസ്റ്റിൻ്റെ. 40 രൂപയാണ് ഒരാൾക്ക് എൻട്രി ചാർജ്. നമുക്ക് എടുത്തിട്ട് ഇവിടുന്ന് ഒരു 100 മീറ്ററോടെ അകത്തോട്ട് നടന്നു പോകാനായിട്ടുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെയാണ് റോസ്മല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോസ്മലയിലെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ഈ പരപ്പാർ ഡാമിന്റെ ഉള്ള വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുക. ഈ റോസ്മലയ്ക്ക് റോസ്മല എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ഒന്നല്ല, 1-2 കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടുള്ളത് പരപ്പാർ ഡാമിൽ കാണപ്പെടുന്ന ഈ കൊച്ചു കൊച്ചു ദ്വീപുകൾ പോലെയുള്ള സ്ഥലങ്ങൾ റോസപ്പൂക്കളുടെ ഇതളുകൾ പോലെയാണെന്നാണ് സങ്കല്പം. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഇതിന് റോസ്മല എന്ന് പേര് വന്നതെന്നും, അങ്ങനെയല്ല മുമ്പിവിടെ ഉണ്ടായിരുന്ന ലെസ്ലി എന്ന സൈപ്പിന്റെ എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റോസ്ലിൻ എന്നായിരുന്നു. അപ്പം അങ്ങനെ റോസ്ലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതിന് റോസ്മല എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു. ഇതിന് മേളിൽ വാച്ച് ടവർ ഉണ്ട് കേട്ടോ. വാച്ച് ടവറിന് മേളിൽ നിന്ന് നമുക്കൊരു നല്ല വ്യൂ കിട്ടും. ആ വ്യൂ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം മേളിൽ കയറി വന്നപ്പോൾ അതിസുന്ദരമായ കാഴ്ച കേട്ടോ. ഈ കാറ്റിനകത്ത് വന്നത് ഒന്നുമല്ല, അതിസുന്ദരമായ കാഴ്ചയാണ്. പരപ്പാർ ഡാമിന്റെ ഫുൾ 360 വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. സുന്ദരമായ കാഴ്ച. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ദ്വീപ് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലവ് ഷേപ്പാണ് ആ ദ്വീപിന്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് വന്നെങ്കിലേ അത് പൂർണ്ണമായിട്ട് ആ ലവ് ഷേപ്പ് വ്യക്തമാകുള്ളൂ. മഴക്കാലത്താണെങ്കിൽ അത്ര ക്ലിയർ ആവില്ല. എന്തായാലും ഇതൊരു ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് ആണ് ഈ ലവ് ഷേപ്പിലുള്ള ഒരു ആ ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ചുറ്റും ധാരാളം മൃഗങ്ങളുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റും. ആന, കാട്ടുപോത്ത് അങ്ങനത്തെ ജീവികളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിലൊക്കെ വരും. ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചില 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വന്നിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു സുന്ദരമായ എക്സ്പീരിയൻസ് ആണ് റോസ്മല വിസിറ്റ് എന്ന് പറയുന്നത്. വാച്ച് ടവർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ റോസ്മലയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ പറഞ്ഞ പഴങ്കഞ്ഞിക്കഥ പോലെയാണ് ഈ റോസ്മലയായിട്ടുള്ള യാത്രകളും റോസ്മലയിലെ കാഴ്ചകളും ഒക്കെ. വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഈ കൊറോണയ്ക്ക് ശേഷം വളരെ സുരക്ഷിതമായി വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് റോസ്മല എന്ന് പറയുന്നത്. അധികം ക്രൗഡഡ് ഒന്നുമല്ല. എന്തായാലും റോസ്മലയുടെ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വീഡിയോ വരുന്നതുവരേക്കും നിങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം.